നമസ്കാരം. എനിക്ക് ആൾക്കൂട്ടത്തിന് ചെറിയ പേടിയാണ്. അപ്പോൾ ഈ ട്രെയിലറിൽ നിങ്ങൾ എന്താണോ കണ്ടത് അതിൻ്റെ മുകളിലായിരിക്കും നിങ്ങൾക്ക് സിനിമയിൽ തിയേറ്ററിൽ കാണാൻ പറ്റുക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കുറേ സർപ്രൈസിങ് എലമെൻറ്റുകളും പാക്കേജുകളും ഉണ്ട്. ഈ ഒരു മീറ്ററും അതിൻ്റെ മുകളിലേക്കും പ്രതീക്ഷിച്ച ആളുകൾ തിയേറ്ററിലേക്ക് വന്നാൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോകാൻ പറ്റും എന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. താങ്ക്സ്. ഓക്കെ, സോ അരുൺ സാറിന്റെ 3 സിനിമകളിലും ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം മാത്യു തോമസ് ആണ്. അപ്പൊ നിങ്ങൾക്കിടയിൽ ഒരു റൊമാൻസ് ഉണ്ടോ? അനിയനെ പോലെയാണ്. തൊട്ട് സ്വാഭാവികമായിട്ടും റൊമാൻസ്. എന്താണോ റൊമാൻസിന്റെ മീനിങ്, അത് ഞങ്ങൾക്കിടയിലുണ്ട്. പെർഫെക്റ്റ്. സോ നമ്മുടെ ഈ ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞങ്ങൾ ചെറുതായിട്ട് ഈ പോസ്റ്റർ ഒക്കെ ഒന്ന് ഡീകോഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് ഞങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ അട്രാക്ട് ചെയ്ത ഒരു സംഭവമുണ്ട്. ഒരു ഹണി ബി, തേനീച്ച. കണ്ടില്ലേ നമ്മള്? എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഡയറക്ടർ ബ്രില്യൻസ് ആണോ അതോ ഡിസൈനർ വെറുതെ ഇട്ടതാണോ? അത് മഹിമ അതിന് ആൻസർ പറയും. കാരണം മഹിമ സ്റ്റേജിൽ കയറുമ്പോൾ അതിന് ഏറ്റവും നന്നായിട്ട് ഡിഫൈൻ ചെയ്യാൻ കഴിയുന്നത് മഹിമയാണെന്ന് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. പക്ഷെ അത് നല്ല ഡെഫിനേഷൻ ആയിരുന്നു. അത് തന്നെ പറഞ്ഞാൽ മതി. അപ്പം ഹണിയുടെ ചോദ്യം മഹിമയോട് ചോദിക്കണം അല്ലേ? അതെ. ഓക്കെ, നേരത്തെ പറഞ്ഞു ഒരുപാട് സസ്പെൻസ് എലിമെന്റ്സ് ഉണ്ട്. എന്തെങ്കിലും കുറച്ചുകൂടി ഒരു ക്ലൂ തരാനായിട്ട് പറ്റുമോ? ഏത് ടൈപ്പ് സിനിമയാണ്? ജുവാൻജോ പോലെയൊക്കെയുള്ള ഒരു കംപ്ലീറ്റ് ഫാമിലി എന്റർടൈനർ ആണോ? ഇതൊരു കംപ്ലീറ്റ് എന്റർടൈനർ ആണ്. അത് ഏത് ജോണറിൽ വരും എന്നുള്ളത് എക്സാക്ട്ലി പറയാൻ പറ്റില്ല. പക്ഷെ ഹ്യൂമറിൽ പറഞ്ഞു പോകുന്ന എന്റർടൈനർ ആണ്. അതിനകത്ത് ത്രില്ലർ ഉണ്ടാവും, സസ്പെൻസ് ഉണ്ടാകും. കംപ്ലീറ്റ് പാക്കേജ് എന്നുള്ള രീതിയിൽ പിടിക്കാം. സോ താങ്ക് യു സോ മച്ച് സർ. ഡയറക്ടർ സാർ അധികം ഒന്നും വിട്ട് പറഞ്ഞില്ല. ബാക്കി നിങ്ങൾ സിനിമ തിയേറ്ററിൽ കണ്ട് മനസ്സിലാക്കാനായിട്ടാണ് പറയുന്നത്. സോ താങ്ക് യു. സ്റ്റേജിൽ തന്നെ സർ നിൽക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അടുത്തതായി സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് സിനിമയുടെ പ്രൊഡ്യൂസറിനെയാണ്. With lots of love, with a big round of applause, let's welcome on stage producer Ashik Usman. The one and only Ashik Usman, producer of blockbuster movies like Anchampatra, Tallumala. ആഷിഖ് ഉസ്മാൻ പ്രൊഡക്ഷൻസിന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സിനിമയാണ്. 17ാമത്തെ സിനിമയാണ്. സോ ആസ് എ പ്രൊഡ്യൂസർ എന്താണ് ഈ ഒരു സിനിമയെ കുറിച്ച് പറയാനായിട്ടുള്ളത്? ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം. കാരണം 2 വർഷം മുമ്പാണ് ഞാൻ ജോവാൻജോ എന്ന സിനിമ തിയേറ്ററിൽ കണ്ടപ്പോൾ തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം അരുൺ ഡി ജോസ് എന്ന സംവിധായകൻ്റെ ഒരു സിനിമ ചെയ്യണം എന്നുള്ളത്. അത് എൻ്റെയും അരുണിൻ്റെയും ഒരു കോമൺ ഫ്രണ്ട് ബിനു പപ്പു, ബിനുവാണ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ടിങ്ങനെ, അളിയ ഒരു കഥ പറയണം അരുൺ എന്ന് പറയുന്നത്. സോ അപ്പം തന്നെ ഞാൻ ഈ സിനിമ മനസ്സുകൊണ്ട് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ കഥയും കൂടി കേട്ടപ്പോൾ ഒരു രക്ഷയില്ല, പൊളിയാണ് ഇത്. എന്തായാലും പിന്നെ എനിക്കൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം യുവതലമുറയിലുള്ള എല്ലാ ആളുകളും ഈ സിനിമയിലുണ്ട്. അർജുൻ, മാത്യു, സംഗീത്, ശ്യാം, മഹിമ, പിന്നെ നമ്മുടെ സ്വന്തം ഷാജോൺ ചേട്ടൻ. ഇവരെല്ലാവരായിട്ടും വർക്ക് ചെയ്യാൻ പറ്റിയത് ഭയങ്കര രസമായിരുന്നു. സോ February 14th ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റൊമാൻസ് റിലീസ് ചെയ്യും. എന്തായാലും നിങ്ങൾക്കൊരു നല്ല എൻ്റർടൈനർ ആയിരിക്കും ഈ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.